സുഹൃത്തുക്കളെ, വുളുവിൻ്റെ ഫറളാറാണ്. അതിലൊന്ന് ആദ്യം തന്നെ നിയ്യത്താണ്. വുളുവിൻ്റെ ഫറളിനെ വീടലെന്ന് നീ കരുതണം. മുഖത്തോട് വെള്ളം ചേർന്ന സമയവുമാകണം. മുഖം കഴുകല പിന്നീട് രണ്ടെന്നോർക്കണേ. അതിനുള്ള നീളം വീതി മുഴുവനും അറിയണേ. മുഖത്തിൻ്റെ നീളം താടിയെല്ലും പിന്നെ തലമുടി മുളച്ചതിനിടയിലുള്ളതു തന്നെ. ഇരുചെവിയിനിടയിൽ ഉള്ള സ്ഥലമാ വീതിയും. അതുകൊണ്ട് കഴുകലിൽ വേണ്ടതാണ് ശ്രദ്ധയും. മുട്ടോടു കൂടി കഴുകണം കൈ രണ്ട്. തലയിൽ ഒരൽപ്പം തടവലും ഫർളുണ്ട്. ഇരുകാല കുഴയും കൂടി നീ കഴുകേണ്ടതാ. ഇത് ഫർളിൽ 5 ഓർക്കേണ്ടതാ. കാലിൽ തറച്ചൊരു മുള്ള് വെളിയിൽ കണ്ട്, എന്നാൽ അതൂരിക്കളയണം എന്നുണ്ട്. പിന്നീട് അവിടം കഴുകലും വുളുവിന്. കഴുകാതെ സാധ്യതയില്ല സിഹ്ഹത്തിന്. ഇനി മുള്ള മുഴുവനും ഉള്ളിലേക്ക് മറിഞ്ഞു പോയി. അതുകൊണ്ട് യാതൊരു കേടുമില്ലത് സിഹ്ഹത്തായി. വുളുവിൻ്റെ ഫർദിൽ 6 തർത്തീബാണ്. അത് മുൻ പറഞ്ഞത് ക്രമം നടത്തലുമാണ്. വുളുവിൻ്റെ നിയ്യത്തോട് മുങ്ങൽ കൊണ്ട് മതിയാകുമെന്ന വുളുവിനും അത് കൊണ്ട്. വുളുവിൻ്റെ ആദ്യം ബിസ്മിയും ഖദ് സുന്ന. അതുകൊണ്ട് അടിമുടി ശുദ്ധിയായി വരുമെന്ന. ഇല്ലാതിരുന്നാൽ ഏത് അംഗമിൽ വെള്ളവും സ്പർശിച്ചു എന്നാൽ ശുദ്ധിയായി അത് മാത്രവും. ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. മറാഖിയ 18 നോക്കതിലുള്ളതാ. ബിസ്മിക്ക് മുമ്പ് തഅബ്ബുദും വേണ്ടുന്നതാ. അത് സുന്നത്തെന്തും കുർദിയിൽ പറയുന്നതാ. സുന്നത്ത് നഫില തതവ്വുഉം പദമൊന്നാ. മന്ദൂബ് ഹസൻ മുറക്കബും ഇടതന്നാ. ഒഴിച്ചാൽ നിനക്കത് കൊണ്ട് യാതൊരു ശിക്ഷയും ഇല്ലാത്തതാണെന്നെടുത്താൽ ലഭിക്കും കൂലിയും എന്നുള്ളതാണ് വിവക്ഷ. ഇവകൾ കൊണ്ട് നോക്കാം. ഇആനത്തൊന്ന് 40 നിനക്കുള്ള മുൻകൈ കഴുകലും 2. അതുപോലെ പല്ല് തേക്കലും 3. കൂടാതെ വെള്ളം കൊണ്ട് കുലുക്കുഴിയേണ്ടതാ. അതുപോലെ മൂക്കിൻ്റെ ഉള്ളിലും നനയ്ക്കേണ്ടതാ. ഓരോരോ കോരൽ കൊണ്ട് വായും മൂക്കിലും ഒന്നിച്ചു ചെയ്യൽ സുന്നത്താ 3. തല മുഴുവനും തടവലേറ്റവും ഖദ് സുന്ന. ചെവിക്കുള്ള വിധിയും 2 ഇതു തന്നാ. റഖബത്ത് തടവൽ ലാ യുസന്നു എന്ന ബൽ ബിദ്അത്താ നബവി ഇമാമിൽ നിന്ന. കഴുകുന്ന സമയം അവയവം തേക്കേണ്ടതാ. അത് വാജിബാണെന്നും ചിലർ പറയുന്നതാ.